നമസ്തേ. വിഷ്ണുമായ കഥകളുടെ ഏഴാമത്തെ ഭാഗമാണ് ഇന്ന് പറയുന്നത്. മധ്യകേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിച്ചു വരുന്ന ദേവതയാണ് വിഷ്ണുമായ അഥവാ ചാത്തൻ. അതിശയോക്തികളിലും കെട്ടുകഥകളിലും കേട്ടുകേൾവിയിലുമൊക്കെ വിഷ്ണുമായയെക്കുറിച്ച് വിവിധങ്ങളായ പരാമർശങ്ങളാണുള്ളത്. ഇതേക്കുറിച്ച് ഇന്നും പൂർണ്ണമായ ഒരു ധാരണയില്ലാത്തതാണ് അതിന് കാരണം. നമ്മുടെ പൂർവികരുടെ ഈടുവയ്പ്പുകളിൽ ഉണ്ടായിരുന്ന താളിയോല ഗ്രന്ഥങ്ങളിലെ പല അമൂല്യ മന്ത്രതന്ത്ര വിധികളും മറ്റും കാലപ്പഴക്കത്താൽ നഷ്ടപ്പെട്ടു പോവുകയും അറിവുള്ളവർ അത് മറച്ചു വയ്ക്കുകയും ചെയ്തത് അറിയാൻ ആഗ്രഹമുള്ള പുതിയ തലമുറയോട് ചെയ്ത മഹാ അപരാധമായി. അവർ ഇത്തരം കാര്യങ്ങളിൽ അജ്ഞരുമായി. പുരാണ കഥകൾ പഴഞ്ചനെന്ന് മുദ്രകുത്തി അവഗണിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നവ വായിക്കാനും കേൾക്കാനും ജനങ്ങൾക്ക് ഏറെ ഇഷ്ടമാണ്. ഈശ്വര കഥകളോട് തോന്നുന്ന ഇഷ്ടം ഭക്തിമാർഗത്തിലേക്കുള്ള കാൽവെപ്പായി കണക്കാക്കാം. പുരാണങ്ങളെല്ലാം തന്നെ വൈദിക സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളാണ്. ആ സംസ്കാരം കൈവരിക്കണമെങ്കിൽ ആഴത്തിലുള്ള ചിന്ത അത്യാവശ്യമാണ്. അത് ലാഘവത്തോടെ രചിക്കപ്പെടേണ്ടതല്ല പുരാണങ്ങൾ. ആറാമത്തെ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് പാർവതീദേവി ഇങ്ങനെ ചിന്തിക്കുകയാണ്. നമ്മുടെ ചാത്തന് ഒരു മിത്രം വേണം, അവനെ നയിക്കാൻ കെൽപ്പുള്ള സുഹൃത്ത്, ഉപദേശിക്കാൻ കഴിയുന്ന മിത്രം. ദേവി ശ്രീ പരമേശ്വരനോട് പറഞ്ഞു. ഭഗവാൻ ശിവൻ ഒരു നിമിഷം ധ്യാനനിരതനായി. പിന്നെ ആ കുഞ്ഞിൻ്റെ നെറുകയിൽ വലങ്കൈ വെച്ച് അനുഗ്രഹിച്ചു. ചാത്തൻ്റെ ഗുരുകുല പഠനം കഴിഞ്ഞാൽ നീ കൂടെ ഉണ്ടാകണം. ചാത്തനെ നയിക്കാൻ കഴിയുന്ന ഒരു ഉറ്റമിത്രമായി നീ മാറട്ടെ. ശ്രീ പരമേശ്വരൻ അങ്ങനെ അനുഗ്രഹിച്ച നിമിഷത്തിൽ 18കാരനായ ഒരു വനവേടനായി അവൻ അവർക്ക് മുന്നിൽ. ആ യുവാവ് ശിവപാർവതിമാരെ വന്ദിച്ചു. അവൻ്റെ ശരീരത്തിന് കറുത്ത നിറം, അസാമാന്യ ദൃഢതയേറിയ അവയവങ്ങൾ, വന്യമൃഗദന്തങ്ങൾ കോർത്തുണ്ടാക്കിയ കണ്ടാഭരണം, അമ്പും വില്ലും ആയുധം. കാടിനെയും കാട്ടുമക്കളെയും കാത്തുരക്ഷിക്കാൻ മലയരയരുടെ മകനായി നായാടി മലയിൽ പിറന്ന മലയരുടെ ദൈവമാകേണ്ടവനാകിയാൽ നിനക്ക് മലനായാടി എന്ന് നാം പേര് നൽകുന്നു. നീ ആയോധന വിദ്യ അഭ്യസിക്കാൻ എവിടെയും പോകേണ്ടതില്ല. എല്ലാ അറിവുകളും ബുദ്ധിയും നിനക്കുണ്ടാകും. ചാത്തൻ്റെ ഉപദേശകനും മിത്രവുമായി വർത്തിക്കുക എന്നതാണ് നിന്റെ നിയോഗം. അങ്ങനെ അവനെ അനുഗ്രഹിച്ച് തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ആ വേട്ടപ്പട്ടിയെ നായാടിക്ക് സമാനമായിട്ട് നൽകി. എന്നിട്ട് അടുത്ത ക്ഷണം ശിവപാർവതിമാർ അപ്രത്യക്ഷരാവുകയും ചെയ്തു. തികഞ്ഞ ഒരു അഭ്യാസിയും വില്ലാളിയുമായിരുന്നു നായാടി. പക്ഷികളെയും മൃഗങ്ങളെയും വേട്ടയാടി വനജീവിതം തുടങ്ങുകയായി. പക്ഷികളുടെ കഴുത്ത് കടിച്ചു മുറിച്ച് രക്തം കുടിക്കുക എന്നതാണ് അവന് ഏറെ പ്രിയങ്കരമായ കാര്യം. പക്ഷിമൃഗാദികളുടെ പച്ചമാംസം ഭക്ഷിച്ച് കാട്ടരുവിയിലെ വെള്ളം കുടിച്ച് പാലമര ചുവട്ടിൽ അന്തിയുറങ്ങി ജീവിതചര്യ തുടർന്നു. കൂളിക്കുന്നൻ വനത്തിലാണ് തനിക്ക് ഏറെ കാലം പാർക്കേണ്ടതെന്ന് അവനറിയാം. പക്ഷേ അതിന് ചാത്തൻ്റെ ഗുരുകുലവാസം കഴിയുവോളം കാത്തിരിക്കേണ്ടതുണ്ട്. അപ്പോൾ മലനായാടി അങ്ങനെ ഒരാൾ നായാട്ടു വനത്തിൽ പാർക്കുന്നുണ്ടെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. ചിലർ കണ്ടിട്ടില്ലെന്നും പറയാനാവില്ല. അപ്പോൾ വേട്ടയാടി നടക്കുന്ന ഒരു കാടൻ എന്നല്ലാതെ അവനെ കണ്ടവരാരും ശ്രദ്ധിച്ചുമില്ല. പക്ഷേ അവനെ എല്ലാവരും അറിയുന്ന ഒരു ദിവസമുണ്ടായി. നായാടിയുടെ നല്ല കാലം ആരംഭിക്കുന്നതും അവിടെ നിന്നായിരുന്നു. ഒരു ദിവസം മലയക്കുടിയിലെ ഒരു കുടിലിലെ തൊഴുത്തിൽ നിറയെ പാൽ തരുന്ന ആരോഗ്യമുള്ള പശുക്കളുണ്ടായിരുന്നു. രാവിലെ പതിവ് പോലെ പശുവിനെ കറക്കാൻ തയ്യാറായി വന്നപ്പോഴാണ് ഗൃഹനാഥൻ നടുങ്ങിയത്. അയാൾ നിലവിളിച്ച് സ്തംഭിച്ചു നിന്നു. തൊഴുത്തിലെ പശുക്കളെല്ലാം ചത്തു മലച്ചിരിക്കുന്നു. അപ്പോൾ ഒരു പശുവിൻ്റെ ശരീരത്തിലും രക്തമയമില്ല. രക്തം കുടിച്ച് നെഞ്ചിൻ കൂട് ഉൾപ്പെടെ കുറച്ച് മാംസം ഏതോ വന്യമൃഗം ആഹരിക്കുകയും ചെയ്തിരിക്കുന്നു. കടുവയോ സിംഹമോ കരടിയോ ഒന്നുമല്ല, മറ്റേതോ ജന്തു. അയാളുടെ നിലവിളി കുടിയെ ഉണർത്തി. അയൽക്കാർ അപ്പാടെ അവിടേക്ക് വരാൻ നിമിഷങ്ങൾ മതിയായിരുന്നു. ആ കാഴ്ച കണ്ടവരെല്ലാം നടുങ്ങി ഭയന്നു. ഏതോ ഭീകരജീവി ഇവിടെ എത്തിയിരിക്കുന്നു എന്ന് തന്നെ അവർ തീർപ്പ് കൽപ്പിച്ചു. ഇനി വരും രാവുകളിൽ കരുതലോടെ കാതോർത്ത് കാത്തിരിക്കാനും തീരുമാനിച്ചു. ആരൊക്കെ എവിടെയൊക്കെ കാത്തുനിന്നിട്ടും കാവലിരുന്നിട്ടും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേ രാത്രിയും ആ രംഗം ആവർത്തിച്ചു മറ്റൊരു കുടിലിൽ. അപ്പോൾ കുടിലുകളിലെ പാവങ്ങളുടെ ജീവിതം ഭീതിജന്യമായി. അവരുടെ നിലവിളികൾ ഇരവു പകലുകൾ വ്യത്യാസമില്ലാതെ കൂളിക്കുന്നൻ വനത്തിനു മേലെ നിറഞ്ഞു കിടന്നു. പിന്നീട് വന്ന ഓരോ ദിവസവും പശു, ആട്, എരുമ തുടങ്ങിയ വളർത്തു മൃഗങ്ങൾക്കെല്ലാം അതേ അനുഭവമായിരുന്നു ദിനംതോറും. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും നഷ്ടപ്പെടുന്ന വളർത്തു മൃഗങ്ങളുടെ എണ്ണം പെരുകിക്കൊണ്ടിരുന്നു. എല്ലാ ജന്തുക്കളുടെയും മരണം ഒരുപോലെയായിരുന്നു. രക്തം നിശേഷം ഊറ്റിക്കുടിച്ച് പകുതി മാംസം ഭക്ഷിക്കുക. അങ്ങനെ കുടിയിലുള്ളവരെല്ലാം കൂടി ആലോചിച്ചു. മലനായാടി എന്ന ഒരു കാടൻ വനത്തിൽ വേട്ടയാടി നടക്കുന്നുണ്ടല്ലോ, അയാളെ ഒന്ന് സമീപിച്ചാലോ? കാട്ടിൽ തന്നെ കഴിയുന്നവനാകുമ്പോൾ കാട്ടുമൃഗങ്ങളെ നല്ല പരിചയം ഉണ്ടാകുമല്ലോ. അങ്ങനെ തീരുമാനിക്കപ്പെട്ടു. അവരെല്ലാം ചേർന്ന് മലനായാടിയെ ഇങ്ങനെ ചെന്ന് കണ്ടു. എന്നിട്ട് എല്ലാം കേട്ടു. ഒന്നും മറുപടിയായി ഉരിയാടിയില്ല. നായാടി എന്നിട്ട് ഏറ്റവും അവസാനം ഒന്ന് ഇരുത്തി ഇങ്ങനെ മൂളി.
അവരോട് പൊയ്ക്കൊള്ളാൻ ആംഗ്യം കാട്ടുകയും ചെയ്തു. മറ്റു സംസാരമൊന്നും ഉണ്ടായില്ല. പല രാവുകൾ മലനായാടി ഉറങ്ങാതെ കാത്തിരുന്നു. 5-ാം ദിവസം രാവിന്റെ 2-ാം യാമം ഇങ്ങനെ ഒടുങ്ങിയപ്പോൾ വന്യമായ ഇരുട്ടിൽ തിളങ്ങിയ 2 കണ്ണുകൾ നായാടി കണ്ടു. അടുത്ത ക്ഷണം അവന്റെ വേട്ടപ്പട്ടിയുടെ ദീനരോദനമാണ് നായാടിയുടെ ചെവികളിൽ എത്തിയത്. ശബ്ദം കേട്ട ദിക്കിലേക്ക് നായാടി ഓടിപ്പാഞ്ഞു. അപ്പോൾ അതാ ഒരു ഭീകര രൂപം, കാട്ടുപോത്തിന്റെ വലിപ്പം, കാണ്ടാമൃഗത്തെ പോലെ ചുണ്ടിനു മുകളിൽ കൊമ്പ്, കറുത്തിരുണ്ട നിറം, അപ്പോൾ കടഞ്ഞെടുത്ത ഉരുക്ക് ശരീരം, ക്രൂരമായ ചുവന്ന ഉണ്ടക്കണ്ണുകൾ. ഒരു അജ്ഞാത ജീവി. അവൻ തന്റെ വേട്ടപ്പട്ടിയെ പിടികൂടിയിരിക്കുകയാണ്. സഹിക്കാനാവുമായിരുന്നില്ല നായാടിക്ക്. നിന്ന നിൽപ്പിൽ വായുവിൽ ഉയർന്ന് അന്തരീക്ഷത്തിലൂടെ കുതിച്ചു പറന്ന് നായാടി ആ ജന്തുവിന്റെ മുന്നിലെത്തി. വേട്ടപ്പട്ടിയെ വിട്ട് ഭീകരജീവി അടുത്ത ക്ഷണം നായാടിക്ക് നേരെ തിരിഞ്ഞു. ഇടിമുഴക്കം പോലെ മുക്രയിട്ട് കുതിച്ചു പാഞ്ഞെത്തിയ ജന്തുവിനെ ഒറ്റ തൊഴി കൊണ്ട് നായാടി ദൂരേക്ക് എറിഞ്ഞു. അപ്പോ വർദ്ധിത വീര്യത്തോടെ പിടഞ്ഞെണീറ്റ് ജന്തു പിന്നെയും നായാടിക്ക് നേരെ കുതിച്ചെത്തി. ഇരുവരും കഠിനമായ പോരാട്ടം തുടങ്ങി. ആ ജന്തു നായാടിയെ കൊമ്പുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. എന്നിട്ട് ഇങ്ങനെ നിലത്ത് വീണ നായാടിയെ കുത്താൻ വന്ന് അവന്റെ കൊമ്പിൽ പിടിമുറുക്കിയ നായാടി കരിമല പോലെയുള്ള ആ ജന്തുവിനെ എടുത്ത് കറക്കി ദൂരേക്ക് എറിഞ്ഞു. പിന്നെയും തിരിച്ചു കുതിച്ചെത്തിയ അവന്റെ കൊമ്പുകളിൽ പിടിച്ച് നായാടി തിരിക്കാൻ തുടങ്ങി. ജന്തുവിന്റെ കഴുത്തൊടിക്കാനായിരുന്നു നായാടിയുടെ ശ്രമം. അവന്റെ വായിൽ നിന്നും നുരയും പതയും വന്നു. ജന്തുവിന്റെ വീര്യം കുറഞ്ഞതായി നായാടിക്ക് ബോധ്യമായി. ഒരിക്കൽ കൂടി ആ ജന്തുവിനെ തൂക്കിയെടുത്ത് ചുഴറ്റി അവൻ ദൂരേക്ക് എറിഞ്ഞു. വീണ്ടും നായാടിക്ക് നേരെ ചീറിപ്പാഞ്ഞു വന്ന അവന്റെ തിരുനെറ്റിയിൽ തന്നെ വിഷം പുരട്ടിയ അമ്പെയ്ത് അവനെ വീഴ്ത്താൻ നായാടിക്ക് കഴിഞ്ഞു. പ്രാഞ്ചി നെറ്റിയിൽ തറച്ച അമ്പുമായി മുന്നോട്ട് കുതിച്ച ആ ജന്തു മുന്നിലെ ഒരു വൻമരത്തിലിടിച്ച് നിലം പതിച്ചു. നായാടിയുടെ മുന്നിലേക്ക് കാട്ടുമക്കൾ കൂട്ടം കൂട്ടമായി എത്തി. അന്ന് മുതൽ കാടിന്റെ മക്കൾക്ക് നാഥനായി മലനായാടി. ചാത്തന് 4 വയസ്സ് കഴിഞ്ഞപ്പോഴായിരുന്നു ആ സംഭവം. ചാത്തനും കരിങ്കുട്ടിയും പതിവ് പോലെ ഓരോ കളികളിൽ ഏർപ്പെട്ട് കാട്ടുനെല്ലിക്കയും ശേഖരിച്ചിങ്ങനെ ഒരു മരച്ചുവട്ടിലിരിക്കുകയാണ്. പെട്ടെന്ന് എവിടെ നിന്നറിഞ്ഞില്ല ഒരു വല വന്ന് വീണ് അവർ ബന്ധനത്തിലായി. ഇരുവരും പകച്ചു. കരിങ്കുട്ടി ഇങ്ങനെ കരയാൻ തുടങ്ങി. അപ്പോൾ വലയുടെ ഉടമ വന്നു. ഇരുവരും നടുങ്ങിപ്പോയി. ചാത്തനും ഭയന്നു. അത് ചെങ്കുട്ടിയാനായിരുന്നു. കൂളിക്കുന്നൻ വനത്തിന്റെ 100 കാതം അകലെയായി ചെങ്കുട്ടിമലയിലെ ഒരു ഗുഹയിലാണ് താമസം. ചെങ്കുട്ടിമല ഭരിക്കുന്നത് ചെങ്കുട്ടിയാനാണ്. ഓരോരോ കർമ്മങ്ങൾ ചെയ്ത് ഓരോരോ കാലങ്ങളിലും തൻ്റെ മാന്ത്രിക ശക്തി കൂട്ടിക്കൊണ്ടിരിക്കുകയാണവൻ. അയൽവനത്തിലെ രാക്ഷസവർഗത്തിൽപ്പെട്ടവൻ, ദുർമന്ത്രവാദി. 6 അടിയിലേറെ ഉയരം, നീട്ടി വളർത്തിയ തലമുടിയും ചുവന്നു തുടിച്ച കണ്ണുകളും അതേപോലെ തന്നെ കൂട്ടുപുരികങ്ങൾ, തടിച്ച ചുണ്ട്, ബലിഷ്ടമായ ശരീരവും ശരീരത്തിന് നല്ല നീല നിറവും, അതുപോലെ തന്നെ ചെറിയ കുട്ടിയാനയെ കാണും പോലെയാണ് അവനെ കണ്ടാൽ. അതുകൊണ്ട് ആ പേരും അനർത്ഥമാണ്, ചെങ്കുട്ടിയാൻ. അപ്പോൾ അവൻ്റെ പേര് കേൾക്കാത്തവരായിട്ട് ആ വനത്തിൽ എന്നല്ല അയൽ വനങ്ങളിലും ആരും ഉണ്ടായിരുന്നില്ല. ചാത്തനും കേട്ടിട്ടുണ്ട് അവൻ ദുർമന്ത്രവാദം ചെയ്യാൻ കുട്ടികളെ പിടിച്ചുകൊണ്ടു പോകുമത്രേ. അവരുടെ രക്തം ഊറ്റി ഹോമകുണ്ടത്തിൽ അർപ്പിക്കുകയും ശേഷിക്കുന്ന പിണ്ടം കറുമ്പുറയെ കടിച്ചു പറിച്ചു തിന്നുകയും ചെയ്യുമത്രേ. അങ്ങനെ ഒരുപാട് കുട്ടികളെ വനങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നുമൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പോയവരാരും തിരിച്ചു വന്നിട്ടുമില്ല. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും അവനെ പേടി തന്നെയാണ്. ചെങ്കുട്ടിയാന്റെ കണ്ണിൽപ്പെട്ടാൽ പിന്നീട് ഒരു ജീവിതം ഉണ്ടാകില്ല. 2 ദിവസത്തിനുള്ളിൽ രക്തം വാർന്ന് മരിച്ച നിലയിൽ അയാളെ പുഴയോരത്തോ വനത്തിലോ കണ്ടെന്നു വരും. അപ്പോൾ ഈ ചെങ്കുട്ടിയാൻ മാന്ത്രിക കർമ്മങ്ങളിൽ ബഹുകേമനാണ്. അപ്പോൾ മാനായിട്ടും മയിലായിട്ടും മലയണ്ണാനുമായും ഒക്കെ വേഷം മാറാൻ മിടുക്കൻ. ചെങ്കുട്ടിയാൻ ഒരു ഹോമത്തിനൊരുങ്ങുകയാണത്രേ. 21 കുട്ടികളെ ബലി നൽകുന്ന ഒരു ഹോമം. അപ്പോൾ ആ ഹോമം പൂർത്തിയായാൽ ഭൂലോക വിജയിയാകും. അയാളെ തോൽപ്പിക്കാൻ പിന്നീട് ആർക്കും കഴിയില്ല. ചക്രവർത്തിയായി ഭൂലോകം വാഴാനുള്ള ആഗ്രഹമാണ്. ഹോമത്തിന് തികയാതെ വന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾക്കിടയിലാണ് കൂളിക്കുന്നൻ വനത്തിൽ മലയരാജാവിൻ്റെ കൊട്ടാരത്തിൽ തനിക്ക് വേണ്ട പ്രായത്തിലുള്ള 2 കുട്ടികൾ വളരുന്നുണ്ടെന്ന് ചെങ്കുട്ടിയാൻ അറിഞ്ഞത്. അങ്ങനെ ചെങ്കുട്ടിയാൻ കൂളിക്കുന്നൻ വനത്തിലെത്തി. മലയണ്ണാന്റെ രൂപധാരിയായി മരങ്ങളിൽ നിന്ന് ചാടി അവൻ മലയ കൊട്ടാരത്തിനടുത്തെത്തി. വലയിൽപ്പെട്ടിരിക്കുന്ന ചാത്തനെയും കരിങ്കുട്ടിയെയും കണ്ട അവൻ യഥാർത്ഥ രൂപത്തിൽ കുട്ടികളുടെ സമീപത്തെത്തി. ചാത്തൻ അവനെ അടിമുടി നോക്കി. കരിങ്കുട്ടി കണ്ണടച്ചു പിടിച്ചിരിക്കുകയാണ്. ചെങ്കുട്ടിയാൻ ഒന്ന് ചിരിച്ചു. 18 അയാൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. അതിൻ്റെ യാഥാർത്ഥ്യം ചാത്തന് മനസ്സിലായില്ല. ചാത്തനെ തോളിലേക്കിട്ട് കരിങ്കുട്ടിയെ വലയിലിട്ട് വല ഇങ്ങനെ ചുരുട്ടി അയാൾ നടന്നു തുടങ്ങി. ചെങ്കുട്ടിയാൻ്റെ തോളിലെ യാത്ര ചാത്തന് രസകരമായി തോന്നി. ആ യാത്ര അവസാനിച്ചത് കൂളിയാറിൻ തീരത്താണ്.
അവിടെ നിന്ന് ഇരുവരെയും കൊണ്ട് ഒരു ഞൊടി നേരത്തിനുള്ളിൽ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. ആകാശമാർഗം സഞ്ചരിച്ച് മനുഷ്യരാരും കടന്നു ചെല്ലാത്ത ചെങ്കുട്ടി മലയുടെ ഒരു ഭാഗത്തെത്തിയ ചെങ്കുട്ടിയാൻ ഒരിടത്തു നിന്ന് എന്തോ മന്ത്രം ചൊല്ലി. അത്ഭുതം! ആ ഭാഗത്തെ പാറക്കെട്ട് ഇരുവശത്തേക്കും ഇങ്ങനെ നിരങ്ങി നീങ്ങി. അയാൾ ആ വാതിലിലൂടെ ഉള്ളിലേക്ക് കയറി. എന്നിട്ട് മറ്റൊരു മന്ത്രം ചൊല്ലി വാതിലടച്ചു. നിറഞ്ഞ ഇരുട്ടിന്റെ ഇടനാഴിയിലൂടെ അയാൾ നടന്നു. ചാത്തൻ കണ്ണു തുറന്ന് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ യാത്ര അവസാനിച്ചത് വിശാലമായ ഒരു മുറിയിൽ എത്തിയപ്പോഴാണ്. ചെങ്കുട്ടിയാൻ അവിടെ നിന്നു. തോളിൽ നിന്ന് വല താഴെ ഇറക്കി അവരെ വലയഴിച്ച് സ്വതന്ത്രരാക്കി. അയാൾ വളരെ സ്നേഹത്തോടെ അവരോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഇനി 3 പേരെ കൂടി കിട്ടിയാൽ നിങ്ങളെല്ലാവരും രക്ഷപ്പെടും. അതും വൈകാതെ നടക്കും. നിങ്ങൾക്ക് അധിക ദിവസം കാത്തിരിക്കേണ്ടി വരില്ല. തൽക്കാലം അവർക്കൊപ്പം കൂടിക്കൊള്ളൂ. അയാൾ ചൂണ്ടിക്കാണിച്ച ദിക്കിലേക്ക് നോക്കിയ ചാത്തൻ അമ്പരന്നു. അവിടെ തങ്ങളുടെ പ്രായത്തിലുള്ള ഒരുപാട് പേർ തങ്ങളെ ഉറ്റുനോക്കി നിൽക്കുന്നു. അവർക്കിടയിലേക്ക് അവരെ തള്ളി വിട്ടുകൊണ്ട് ചെങ്കുട്ടിയാൻ ഉറക്കെ ചിരിച്ചു. അയാൾ പെട്ടെന്ന് തിരിഞ്ഞു നടന്നു. അവിടെയൊരു വാതിൽ തങ്ങൾക്ക് പിന്നിലായി അടയ്ക്കുകയും ചെയ്തു. തൻ്റെ പ്രായത്തിലുള്ളവരും അതിലേറെയുള്ളവരും അതിൽ കുറഞ്ഞവരും ആ സംഘത്തിലുണ്ടെന്ന് ചാത്തൻ മനസ്സിലാക്കി. പ്രായത്തിൽ കവിഞ്ഞ സാമർഥ്യം, ആത്മവിശ്വാസവും ഉണ്ടായിരുന്ന അവൻ ഓരോരുത്തരെയും പരിചയപ്പെട്ടു. തങ്ങളെപ്പോലെ ചതിവിൽ അകപ്പെട്ടവരാണ് അവരിൽ ഓരോരുത്തരും. തങ്ങളുടെ ജീവിതം അവസാനിക്കാറായെന്ന് കരുതി ദുഃഖിച്ചിരിക്കുകയാണ് അവരെല്ലാവരും. അവരവിടെ വന്നതിന് ശേഷമുള്ള ഓരോ കാര്യങ്ങളും ചാത്തൻ ചോദിച്ച് മനസ്സിലാക്കി. ചെങ്കുട്ടിയാൻ 21 കുട്ടികളെ ബലി നൽകുന്ന ഹോമം, ദുർമന്ത്രവാദം ചെയ്ത് ചക്രവർത്തിയാകാനുള്ള മോഹം, ഇനി 3 പേരെയേ വേണ്ടൂ. അതാണ് അയാൾ പറഞ്ഞ 18 എണ്ണം. ചാത്തൻ അത് മനസ്സിലായി. നമ്മെ രക്ഷപ്പെടുത്താൻ ആരും വരില്ലേ ചാത്ത? ആർക്കും അതിന് കഴിയില്ലേ? ഒരു കുട്ടി കരഞ്ഞുകൊണ്ട് അവനോട് ചോദിച്ചു. ആരും വരില്ല, ആർക്കും വരാൻ കഴിയില്ല, പക്ഷേ നാം രക്ഷപ്പെടും. ചാത്തൻ അവർക്ക് ഉറപ്പ് നൽകി. അതെങ്ങനെയെന്ന് ചാത്തനും അപ്പോൾ അറിയുമായിരുന്നില്ല. പതിയെ പതിയെ അവൻ അതറിഞ്ഞു. ചെങ്കുട്ടിയാൻ എന്ന മഹാദുർമന്ത്രവാദിയുടെ അസാമാന്യമായ കഴിവുകളിൽ അസൂയക്കാരായ ശത്രുക്കളെക്കുറിച്ചുള്ള ഭയം കൊണ്ട് തൻ്റെ ജീവൻ രക്ഷിച്ചിരിക്കുന്നത് ഗുഹയിൽ തന്നെയുള്ള ഒരറയിലാണ്. അത് ഒരു പൂച്ചയുടെ ശരീരത്തിലാണ്. അതായത് ഒരു കരിമ്പൂച്ച. ആ പൂച്ചയെ കണ്ടുപിടിച്ച് കൊന്നാൽ ചെങ്കുട്ടിയാനും മരിക്കും. അടുത്ത ദിവസം തന്നെ ആരും അറിയാതെ ചാത്തൻ അത് കണ്ടുപിടിച്ചു. ഗുഹ വിട്ടു പോകുന്ന നേരം അയാൾ ഒരു പ്രത്യേക അറ തുറക്കുന്നതും ആരോടോ എന്തൊക്കെയോ മന്ത്രിക്കുന്നതും അയാൾ അറിയാതെ അവൻ കണ്ടിരുന്നു. പതിവ് പോലെ കുട്ടികളുടെ എണ്ണ എടുത്തിട്ട് പോകാൻ വന്നപ്പോൾ ചാത്തനും ആദ്യ നമ്പറുകാരനായി ഉണ്ടായിരുന്നു. ചെങ്കുട്ടിയാൻ പുറത്തേക്ക് പോയി. ഗുഹ പുറത്തു നിന്ന് അടഞ്ഞു. ചാത്തൻ ഗുഹയിലെ കൂട്ടുകാരെയെല്ലാം വിളിച്ചു കൂട്ടി. നമുക്ക് എത്രയും വേഗം ആ പൂച്ചയെ തേടി പിടിക്കണം. കല്ലുകൊണ്ട് അതിനെ ഇടിച്ചു കൊല്ലണം, അവൻ നിർദ്ദേശിച്ചു. പൂച്ചയിരിക്കുന്ന അറയും അവൻ കൂട്ടുകാർക്ക് കാട്ടിക്കൊടുത്തു. ഒരേ മനസ്സുള്ള ഒന്നിലേറെ പേർ ഒന്നിച്ചാൽ തന്നെ ഒരു കാര്യം ക്ഷിപ്രസാധ്യമാണെന്നിരിക്കെ 18 പേർ ഒരുമിച്ചാലോ? അവർ ആ അറയിൽ നിന്ന് പൂച്ചയെ പുറത്തു ചാടിച്ചു. 18 കല്ലുകൾ അതിൻ്റെ മേൽ പതിക്കുകയും ചെയ്തു. അകലെ അപ്പോൾ 2 കുട്ടികളെ കൂടി വലയിലാക്കി നടക്കാൻ തുടങ്ങി. അങ്ങനെ നടക്കുന്ന ചെങ്കുട്ടിയാൻ്റെ തലയ്ക്കാണ് ആ കല്ലുകൾ അത്രയും കൊണ്ടത്. അയാൾ താഴെ വീണ് പിടഞ്ഞു. പിന്നെ അന്ത്യശ്വാസം വലിച്ചു. ചെങ്കുട്ടിയാൻ്റെ എല്ലാ മാന്ത്രിക ശക്തികളും അവിടെ തീർന്നു. അയാൾ മരിച്ചു വീണതോടെ ഗുഹയിലെ മാന്ത്രിക വലയവും മുറിഞ്ഞു. ഗുഹാമുഖം തനിയെ തുറന്നു. 18 കുട്ടികളുടെ ഒരുമിച്ചുള്ള ആർപ്പുവിളി അവിടെ ഉയർന്നു. അവർ ഗുഹ വിട്ട് പുറത്തേക്ക് ഇറങ്ങുകയായി. ചാത്തനും കരിങ്കുട്ടിയും മിന്നൽ വേഗത്തിൽ ആകാശമാർഗം സഞ്ചരിച്ച് മലയ കൊട്ടാരത്തിൻ്റെ മുറ്റത്തെത്തി. വിഷ്ണുമായ കഥകളുടെ അതിമനോഹരമായ 7ാമത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ്. ഇനി 8ാമത്തെ ഭാഗം എല്ലാവർക്കും പെട്ടെന്ന് തന്നെ കേൾക്കാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.